ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞായറാഴ്ചയാണേ, നമ്മളൊരു തെയ്യം കാണാൻ വേണ്ടി പോകാൻ നിൽക്കുമെന്നേ. ഇട്ടമ്മൽ ശ്രീ പുതിയ ഭഗവതി ക്ഷേത്രം അവിടെ വെച്ചിട്ടാണ് തെയ്യമുള്ളത്. നേർച്ച തെയ്യാണേ. അപ്പോൾ മാമൻ്റെ പേരിലാണ് തെയ്യം. അപ്പോൾ നമ്മളെല്ലാവരും അങ്ങോട്ട് പോകാൻ നിൽക്കുമെന്ന് കേട്ടോ. അപ്പോൾ തെയ്യത്തിൻ്റെ വീഡിയോസൊക്കെ നമുക്ക് ആദ്യമായിട്ട് എടുക്കാം. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണണേ. അങ്ങനെ നമ്മളെല്ലാവരും തെയ്യം കാണാൻ വേണ്ടി പോകുന്നേ. നമ്മളെന്ന് പറയുമ്പോൾ ഞാനും എൻ്റെ അനിയത്തിമാരാണ് കേട്ടോ. ഇത് നടന്നിട്ട് പോകേണ്ട ദൂരം മാത്രമേ ഇല്ലുവേ. അങ്ങനെ നമ്മളിതാ നടക്കലായിട്ടാ. ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ പിള്ളേരെല്ലാം കളിക്കുമെന്ന് കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ അവർ മീനും പിടിക്കുന്നുണ്ട്. ഇത് നല്ല വരാലി എന്നൊക്കെ പറയും. നമ്മളെ നാട്ടിൽ കഴിച്ചൽ എന്നാണ് പറയുന്നത്. അതിന് കിട്ടിയിട്ടുണ്ട്. അവർ ചൂണ്ടിയിട്ട് പിടിച്ചതാണേ. നല്ല ഗോതമ്പ് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കുഴച്ചിട്ടാണ് അവർ തീറ്റയൊക്കെ ആക്കിയത്. അങ്ങനെ അതൊക്കെ കണ്ടിട്ട് നമ്മളിത് അമ്പലത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ ആരെ വകയാണ് തെയ്യം എന്നുള്ളത് അവിടെ എഴുതി വെക്കുവേ. മാമൻ്റെ പേരിലും പിന്നെ വേറൊരാളുടെ പേരിലുമാണ് ഇന്ന് തെയ്യമുള്ളത്. ഇതാണ് കേട്ടോ നമ്മുടെ അമ്പലം. പിന്നെ ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ വിശ്വസിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ നേർച്ചയായിട്ട് തെയ്യത്തിനൊക്കെ കൊടുക്കുന്നതും പുറംകാലൻ എന്നൊക്കെ പറയും കേട്ടോ. നമ്മുടെ ഗുളികൻ ദൈവത്തിനെയാണ് തെയ്യത്തിനാണ് കൊടുക്കുന്നത്. ഇപ്പോൾ പുറംകാലനെ തന്നെയാണ് കെട്ടിയാടിക്കുന്നത്. പുറംകാലിനെ കെട്ടിയാടിക്കാൻ വേണ്ടിയിട്ടാണ് നേർച്ചയാക്കിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അമ്പലത്തിൽ തൊഴുതുവേ. ഇന്ന് പിന്നെ അടിയന്തരമൊക്കെ നടക്കുന്നതുകൊണ്ട് തെയ്യം കുറച്ച് ലേറ്റായിട്ട് ഇറങ്ങും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മളവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. നേർച്ച തെയ്യം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരൊന്നും ഉണ്ടാവൂലേ. പിന്നെ സാധാരണ കളിയാട്ടത്തിനുള്ള ആൾക്കാരൊന്നും ഉണ്ടാകാറില്ല. ആരാണോ നമ്മൾ നേർച്ചയാക്കിയിട്ടുള്ളത് അവരും അവരുടെ ബന്ധുക്കളും പിന്നെ തെയ്യമുണ്ട് തെയ്യമുണ്ട് എന്ന് അറിഞ്ഞിട്ട് ചുറ്റുവട്ടത്തിലെ ആൾക്കാരൊക്കെ വരാറുണ്ട് കേട്ടോ. അപ്പോൾ അത്രയും ആളുകൾ മാത്രമേ ഉണ്ടാവാറുള്ളൂ നേർച്ച തെയ്യത്തിന്. പിന്നെ നമ്മുടെ വിശ്വാസം അനുസരിച്ചിട്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ മനസ്സിലെ പ്രയാസങ്ങളായാലും നമ്മുടെ സങ്കടങ്ങളായാലും നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ അതിനൊരു പരിഹാരം കിട്ടും എന്നുള്ളൊരു വിശ്വാസം നമുക്കുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു മനസ്സിന് സന്തോഷവും അതുപോലെ തന്നെ സമാധാനവും ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ അതുപോലത്തെ ഒരു ദിവസമായിരുന്നു ഇന്നും. എന്നെ സംബന്ധിച്ച് ഞാൻ തെയ്യം കാണാൻ വരാറുണ്ടെങ്കിലും ഇങ്ങനെ നേർച്ച തെയ്യത്തിന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇങ്ങനെ കാണാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. തെയ്യം കഴിയുന്നവരെ ഞാൻ നിന്നിട്ടുണ്ടായിരുന്നു. രാത്രിയിലാണ് കഴിഞ്ഞത്. ഏതാണ്ട് 1 മണി കഴിഞ്ഞപ്പോഴാണ് തെയ്യം തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. തെയ്യം കഴിയുമ്പോൾ ഒരു 7:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തെയ്യത്തിനൊക്കെ തൊഴുത് നല്ല സന്തോഷത്തിലാണ് കേട്ടോ ഇവിടെ നിന്ന് മടങ്ങിയത്. എങ്കിലും ഇന്നത്തെ സമാധാനമായിട്ട് ആയാരം പറയേണ്ട ദേവനല്ലല്ലോ ഞാൻ അല്ലേ. കളിക്ക് കാക്കാപ്പൊന്നാണെങ്കിലും കാര്യത്തിന് കാഞ്ചനമാണ് അല്ലേ. ആയതുകൊണ്ട് ഇപ്പോഴത്തെ നേരം വേദമായിട്ട് കൊണ്ടുപോട്ടിയിരിക്കുന്ന മുന്നാഴി രുചിയറിഞ്ഞ് വാങ്ങി വേണ്ടുന്ന കൂടത്തെ തറവാട്ടകത്ത് കണ്ടതാണ്. അതിനു വേണ്ടി നീ നിന്റെ മനസ്സ് ഒരുങ്ങിയിട്ട് നിൽക്കണം കേട്ടോ. അവർക്ക് നന്മ വരണമെങ്കിൽ ആ പത്നിയുടെ അർത്ഥറിയാതിരിക്കും. എന്നാ പത്നി പാതിയാണ്. കൈലാസേശ്വരനായിരിക്കുന്ന മഹാദേവൻ പാർവതി പരിണയത്തിൽ പറഞ്ഞതുപോലെ അല്ലേ. പാതി നായിയോ.
ആ